ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മിക്സഡ് ഉപ്പേരിയാണ്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ബാക്കിയുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് പറ്റിയ കഷ്ണങ്ങൾ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് ഉപ്പേരിയാണ്. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ബാക്കിയുള്ളത് കോവയ്ക്ക, അമരക്കായ, കായ, ഇത് മൂന്നും കൂടി നമുക്ക് ഒരു മിക്സഡ് ഉപ്പേരി ഉണ്ടാക്കാം. ഞാനതൊക്കെ നന്നാക്കി നല്ലോണം കഴുകിയെടുത്തു. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ കോവയ്ക്ക ഞാനിവിടെ വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു. അതേപോലെ ഇതേപോലെയാണ് അരിഞ്ഞത് കേട്ടോ. പിന്നെ അമരക്കായും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അമരക്കായും കുറച്ച് കനം കുറച്ച് അരിയുക. അതിനുശേഷം നമുക്ക് കായും നമ്മുടെ ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കായും അരിഞ്ഞെടുത്തു. അപ്പോൾ കായ മുറിച്ചത് മാത്രം ഞാൻ ഒരു പാത്രത്തിലാക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി വെച്ചു. അത് കായ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോളയും ഒരു 4 നല്ല വറ്റൽമുളകും, നല്ല എരിവുള്ള വറ്റൽമുളകാണ്. ഒരു 4 വെളുത്തുള്ളിയും നന്നാക്കി വെച്ചു. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സവോള ഒന്ന് അരിഞ്ഞു, എന്നിട്ട് നമ്മൾ എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, അതുപോലെ വെളുത്തുള്ളി, സവോള അരിഞ്ഞ എല്ലാം ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കണില്ല കേട്ടോ, അത് ലാസ്റ്റ് ഇടാം. ഞാൻ ഇതേപോലെയാണ് ചതച്ചത്, അല്ലാണ്ട് പേസ്റ്റ് ആവരുത്. ചെറുതായി ചതച്ചെടുത്താൽ മതി. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് സവോള, വെളുത്തുള്ളി, മുളക് എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില അതിൻ്റെ മീതെ കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം, അല്ലെങ്കിൽ സവോളയുടെ പച്ചമണം ഉണ്ടാവും ഉപ്പേരിക്ക്. അത് കാരണം കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇനി നമ്മുടെ സവോളയുടെ പേസ്റ്റ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചമണമൊക്കെ പോയി, നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ആ മഞ്ഞൾപ്പൊടി മൂക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇപ്പോൾ ഒരുവിധമൊക്കെ നമ്മുടെ സവോളയുടെ പേസ്റ്റ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കായ അരിഞ്ഞു വെച്ചതും ബാക്കിയുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കായ ഇട്ട് കൊടുത്തു, അമരക്കായ അരിഞ്ഞതും കോവയ്ക്ക അരിഞ്ഞതും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പേരി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പും മുളകൊക്കെ എല്ലായിടത്തും ആവണ പോലെ നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി നോക്കിയിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും. അപ്പോൾ വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി തയ്യാറാവും. അപ്പോൾ വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരുവിധം നമ്മുടെ ഉപ്പേരിയൊക്കെ നല്ലോണം വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. 5 മിനിറ്റും തുറന്ന് വെച്ച് വേവിക്കാം. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് കുറേശ്ശെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ എണ്ണ അധികം വേണ്ട വെച്ചിട്ട് ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ്സ് എഴുതുക കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.